അതിനുശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ചേർക്കാം. ഒന്ന് വഴറ്റിയെടുക്കാം. സവാള ഒത്തിരി ബ്രൗൺ ആവേണ്ട ആവശ്യമില്ല. ചെറുതായിട്ട് നമുക്ക് പച്ച ടേസ്റ്റ് ഒന്ന് മാറി കിട്ടണം. ഇത്ര സവാള ഫ്രൈ ആയാൽ മതി. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അടുത്തായിട്ട് വേണ്ടത് മല്ലിയിലയാണ്. 1 സ്പൂൺ മല്ലിയില നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കാം. മല്ലിയിലയും കൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന വറ്റൽ മുളക് ഒരു ബൗളിലേക്ക് മാറ്റാം.